ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തെലങ്കാന മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമ ബംഗാൾ അസം സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പുത്തൻ തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യം പ്രകടമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അമിത് ഷാ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ പൂർത്തിയാകും. ഇന്ത്യ നെതർലാൻഡ്സ് സംയുക്ത വ്യാപാര നിക്ഷേപ കമ്മിറ്റി രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തെലങ്കാന മധ്യപ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ന് ഹൈദരാബാദിൽ നടക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺമാരുടെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നാളെ നന്ദിഗമയിലെ ഹാർട്ട്ഫുൾനെസ് ഗ്ലോബൽ ആസ്ഥാനത്ത് നടക്കുന്ന ലോക ധ്യാന ദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് അടൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മധ്യപ്രദേശിലെ ഇൻഡോറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമ ബംഗാൾ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നാദിയ ജില്ലയിലെ റാണാഘട്ടിൽ ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമ ബംഗാളിൽ 3200 കോടി രൂപ ചെലവ് വരുന്ന 2 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി ആസാമിലേക്ക് പോകുന്ന ശ്രീ മോദി സംസ്ഥാനത്ത് ഏകദേശം 15,600 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 4000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക ബാംബു ഓർക്കിഡ് ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. നാളെ പരീക്ഷാ പേ ചർച്ച പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായും പ്രധാനമന്ത്രി സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുത്തൻ തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യം പ്രകടമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻസ് ഓഫ് ഇന്ത്യ ദേശീയ കോൺക്ലേവ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, ഭാരത് മാല, സാഗർമാല, പർവത് മാല തുടങ്ങിയ പദ്ധതികൾ നഗരവികസനത്തെ മികച്ച രീതിയിൽ സ്വാധീനിച്ചതായി ശ്രീ അമിത് ഷാ അഭിപ്രായപ്പെട്ടു. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 1 ആരംഭിച്ച ശീതകാല സമ്മേളനത്തിൽ ആകെ 15 ദിവസമാണ് സഭ ചേർന്നത്. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചും ദേശീയഗാനമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചും ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക ചർച്ചകൾ നടന്നു. വികസിത് ഭാരത് റാംജി ബിൽ 2025 ഉൾപ്പെടെ 8 സുപ്രധാന നിയമങ്ങൾ പാസാക്കിയാണ് സമ്മേളനം പിരിഞ്ഞത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ പൂർത്തിയാകും. പുതിയ ഭരണസമിതികളും നാളെ ചുമതലയേൽക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ മാസം 23 പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിലെ പൊതുസേവന പ്രക്ഷേപണം ദൂരദർശൻ, ആകാശവാണി ശൃംഖലകളിലൂടെ ശാക്തീകരിച്ചതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. കേന്ദ്ര സർക്കാരിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി പ്രസാർ ഭാരതിയുടെ ആധുനികവത്കരണവും നവീകരണവും നടപ്പാക്കി വരുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് തിരശ്ശീല വീണു. വൈകിട്ട് നിശാഗന്ധിയിൽ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് അബ്ദുറഹ്മാൻ സിസോയ്ക്കോയ്ക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം അർജന്റീനിയൻ ചിത്രം ബിഫോർ ദ ബോഡിയുടെ സംവിധായകരായ കരീന പിയാസോയ്ക്കും ലൂസിയ ബ്രൊസേലിസിനും ലഭിച്ചു. ചലച്ചിത്രമേളയിൽ സമഗ്ര കവറേജിനുള്ള ശ്രവ്യ മാധ്യമ പുരസ്കാരം ആകാശവാണിക്ക് ലഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ നെതർലാൻഡ്സ് സംയുക്ത വ്യാപാര നിക്ഷേപ കമ്മിറ്റി രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യൻ കരകൌശല വസ്തുക്കളുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ടുള്ള ഗാന്ധി ശില്പ ബസാർ കൊച്ചിൻ ക്രാഫ്റ്റ് ഫെസ്റ്റ് 2025 പ്രദർശനമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. എറണാകുളത്തെ മെറൈൻ ഡ്രൈവിന് സമീപമുള്ള ശിവക്ഷേത്ര ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി വൈകുന്നേരം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. വ്യാജ വാർത്തകളുടെയും തെറ്റായ വിവരങ്ങളുടെയും പ്രചാരണം തടയുന്നതിനായി ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുന്ന പൊതുജനങ്ങൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗത്തെ അറിയിക്കണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. വിവരം PIB വെബ്സൈറ്റ് വഴിയോ ഇമെയിൽ വഴിയോ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയോ അറിയിക്കാം. പുല്ലുമേട് കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ദിവസം കടത്തിവിടുക 1000 തീർത്ഥാടകരെ മാത്രം. വെർച്വൽ ക്യൂ വഴി വണ്ടിപ്പെരിയാർ പുല്ലുമേട് പാത തിരഞ്ഞെടുത്ത് ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് നിയന്ത്രണം ബാധകമല്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിന് കിരീടം. തൃശൂർ മാജിക് FCയെ ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് വാരിയേഴ്സ് ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. തൃശൂരിന്റെ മായാജാലക്കാരും കണ്ണൂരിന്റെ യോദ്ധാക്കളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ സൂപ്പർ ലീഗ് കിരീടത്തിൽ കണ്ണൂരിന്റെ മുത്തം പതിഞ്ഞിരിക്കുന്നു. കളിയുടെ 18ാം മിനിറ്റിൽ സ്പാനിഷ് താരം ആസിയർ ഗോമസ് നേടിയ പെനാൽറ്റി ഗോൾ തൃശൂരിന്റെ കിരീടമോഹങ്ങളെ വിഫലമാക്കി. കണ്ണൂർ ജവാഹർ സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ച് ത്രസിപ്പിക്കുന്ന ജയം ആതിഥേയർ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രതിരോധ താരം സച്ചിൻ സുനിൽ ചുവപ്പുകാട് കണ്ട് പുറത്തുപോയതോടെ 10 പേരായി ചുരുങ്ങിയ കണ്ണൂരിനെതിരെ ഗോൾ തിരിച്ചടിക്കാൻ തൃശൂർ സ്ക്വാഡ് നടത്തിയ മുന്നേറ്റങ്ങൾ വലയിലെത്തിയില്ല. 33 മത്സരങ്ങൾ 4 ലക്ഷത്തിലധികം കാണികൾ എത്തിയ ഈ സീസണിലെ ഗോൾ വേട്ടക്കാരനായി മലപ്പുറം FCയുടെ ബ്രസീൽ താരം ജോൺ കെന്നഡിയെ തെരഞ്ഞെടുത്തു. ദുബായിൽ ഇന്നലെ നടന്ന അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. മഴ കാരണം 20 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 138 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 18 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നാളെ ദുബായിൽ നടക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് മത്സരത്തിൽ 3-1 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 30 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 231 റൺസ് നേടി. ദക്ഷിണാഫ്രിക്കയ്ക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസേ നേടാനായുള്ളൂ. അമേരിക്കൻ സൈന്യത്തിനു നേരെ സിറിയയിലെ IS ഭീകര സംഘടന നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിച്ച് അമേരിക്ക. സിറിയയിലെ നിരവധി IS കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് നടക്കാനിരുന്ന +2 ഹിന്ദി ക്രിസ്മസ് പരീക്ഷ മാറ്റിവെച്ചു. സാങ്കേതിക കാരണങ്ങളാലാണ് പരീക്ഷ മാറ്റുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പരീക്ഷ ജനുവരി 5 ഉച്ചയ്ക്ക് ശേഷം നടക്കും. മൂടൽ മഞ്ഞും കാഴ്ച പരിമിതിയും കാരണം വിമാന സർവീസുകൾക്ക് തടസ്സം നേരിടുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും വിമാനത്താവളങ്ങളിൽ മതിയായ ജീവനക്കാരെ നിയമിക്കാനും കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യൂറോപ്പിൽ സൂക്ഷിച്ചിരുന്ന റഷ്യയുടെ വിദേശ നിക്ഷേപം കണ്ടുകെട്ടാനുള്ള യൂറോപ്യൻ യൂണിയന്റെ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമർശിച്ചു. ഇത് രാജ്യങ്ങൾക്ക് യൂറോപ്പിന് മേലുള്ള വിശ്വാസം തകർക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തെലങ്കാന മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമ ബംഗാൾ അസം സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പുത്തൻ തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യം പ്രകടമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ പൂർത്തിയാകും. ഇന്ത്യ നെതർലാൻഡ്സ് സംയുക്ത വ്യാപാര നിക്ഷേപ കമ്മിറ്റി രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.